ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് വരവേൽക്കാം. സങ്കീർത്തനം 56:8 പറയും, നിന്റെ കണ്ണീർ കയങ്ങൾ കുപ്പിയിൽ ശേഖരിക്കാൻ ഈശോ വരുന്നു. സങ്കീർത്തനം 24 പറയും, സർവമഹത്വ പ്രതാപത്തോടുകൂടി ദിവ്യനാഥൻ എഴുന്നള്ളി വരികയാണ്. സെഫാനിയയുടെ പുസ്തകം 3 പറയുന്നു, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ അടുക്കിലേക്ക് എഴുന്നള്ളി വരുന്നു. ഇന്നേ ദിവസം ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളും തങ്ങളുടെ നിയോഗങ്ങൾ ഓർക്കണം. എല്ലാ നിയോഗങ്ങളും നിങ്ങൾ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും യേശുക്രിസ്തു ഉത്തരമാണ്. ഹൃദയപരമാർത്ഥ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെ, കടലിന് മീതെ നടന്നു നിന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ബഹുരോഗിയെ സുഖപ്പെടുത്തിയവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവസ്നേഹത്തോടെ പാടട്ടെ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങുന്ന ദൈവമേ, കടലിന് മീതെ നടന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങുന്നു. മരിച്ചവനെ ഉയർപ്പിച്ച ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിച്ച് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കൃപാസന ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് യേശുരാജനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ലോകരക്ഷകനെ, പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ശക്തമായി കരങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളുടെ മേൽ കൃപ ചൊരിയണമേ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭവനരഹിതര്, യേശുവേ, സമാജരഹിതര്, ആരാധന. സാമ്പത്തിക ഹല്ലേലൂയ. ഞെരുക്കമുള്ളവര്, ഭാരത്തിൽ കഴിയുന്നവര്, കുടുംബ യേശുവേ, ബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളവര്, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസ് രോഗത്തെ ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. Praise the Lord. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെഞ്ചത്ത് തൊട്ട് ശംഖ് കൊണ്ട് പറയുക, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കേട്ട് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി കൈവരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയണേ. ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങള് ഉടമ്പടി ചെയ്തിട്ടില്ലാത്തവരെ ചെയ്യുമ്പോഴേ ദൈവ തിരുസന്നിധി സമർപ്പിക്കാൻ പോകുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ അതാണ് ഇപ്പോഴും അവനുമായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലക്ഷണെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
സ്നേഹത്തിൽ അഭിഷിക്തരായി വിശുദ്ധരും ഉചിതമായ നേതാക്കളെ തിരഞ്ഞെടുക്കണമേ. രാഷ്ട്രത്തിന് മുഴുവൻ നൽകണമേ. സാന്നിധ്യം നിറയണമേ. യേശുവേ ആരാധന. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഇടവകയിൽ ശുശ്രൂഷ വിശുദ്ധവാര ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോൾ ഉയർപ്പ് ഞായറാഴ്ച രാത്രിത്തെ കുർബാന കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ 7:30 കുർബാന ഇല്ലയോ. അപ്പോൾ 7:30 കുർബാന ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തോന്നിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് നമുക്കെല്ലാം ശരിക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതായിരുന്നു എൻ്റെ അവിടുത്തെ ഉത്ഥാനത്തിന് ഈസ്റ്റർ സന്ദേശം എന്ന് പറയുന്നത്. അതായത് ആരാണ് പീഡാനുഭവത്തിൽ പങ്കുചേരുന്നത് അവർ തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ആരാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ആരാകുന്നത് അവർ തന്നെ ആയിരിക്കും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ഇത് മർക്കോസ് വായിക്കുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാകും. അതായത് മർക്കോസിലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15:40 അല്ലെങ്കിൽ 16:1, മർക്കോസ് 16:1, സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദല മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അപ്പം ഇതിൻ്റെ താരക്കുണ്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികളെ അല്ലെങ്കിൽ തിരുവുത്ഥാനത്തിൻ്റെ കല്ലറയ വാതിക്കൽ ആദ്യം എത്തിയിരിക്കുന്നത് ആരൊക്കെയാണ്? കുറച്ച് ചേച്ചിമാരാ. ആരൊക്കെയാണ്? മേരി മഗ്ദലിൻ, അതുപോലെ തന്നെ സലൂമി, പിന്നെ അതുപോലെ തന്നെ യാക്കോബിൻ്റെ അമ്മയായ മറിയവും. ഇത്രയും ആൾക്കാരാണ് ഫസ്റ്റായിട്ട് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിലെ അല്ലെങ്കിൽ ആ മുഹൂർത്തങ്ങളെ ചുറ്റിപ്പറ്റി ആദ്യം അവിടെ എത്തുന്ന മനുഷ്യൻ്റെ പാതകങ്ങൾ. അതായത് മനുഷ്യൻ്റെ പുനരുത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിൽ കല്ലറവാതിക്കൽ പതിയുന്ന കുറേ കാൽച്ചുവടുകളുണ്ട്. അതിലൊന്ന് മേരി മഗ്ദലിൻ്റെതാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ യേശുവിനെ കണ്ട പ്രഥമ സാക്ഷി ആരാണ്? പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട പ്രഥമ സാക്ഷി ആരാണ്? മേരി മഗ്ദലിനാണ് പ്രഥമ സാക്ഷി. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മരണസമയത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ആൾക്കാർ. കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്നിരുന്ന ആൾക്കാരെ അത് രേഖപ്പെടുത്തുന്ന മർക്കോസ് തന്നെയാണ്. മർക്കോസ് 15:40, മർക്കോസ് 15:40 ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദല മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സെയിമാണിതെല്ലാം. അതായത് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൽ പങ്കാളിത്തം, പ്രഥമ പങ്കാളിത്തം. അതായത് വ്യത്യാസം. അതായത് അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വരണത്. പത്രോസിൻ്റെ പീഡാനുഭവത്തിലുള്ള പങ്കുചേരലും പുനരുത്ഥാനത്തിലുള്ള പങ്കുചേരലും വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പത്രോസ് ഇടയ്ക്ക് വെച്ച് പോയ ആളാണ് അല്ലേ?
ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. ഉദ്ധാനം ചെയ്ത മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിച്ചു വണങ്ങുന്ന കർത്താവേ, ഉദ്ധാന അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഉടമ്പടിയെടുത്ത ഓരോ മക്കൾക്കും കർത്താവേ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉദ്ധാന അനുഭവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ ആരാധന. ഞങ്ങൾ ആരാധിക്കുന്നു, ചേർന്ന് പാടാം. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22:54. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22:54 പറയണത്, പത്രോസ് പീഡാനുഭവ സമയത്ത് അകലെ കൂടി കർത്താവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ കഷ്ടപ്പാടിന് അകലെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അകലെ നിന്ന് കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ പീഡാനുഭവങ്ങളുടെ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഇത് ചേർത്ത് വെക്കാൻ നമുക്ക് സമയം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അകലെയാണ്. അപ്പോൾ തിരുവുദ്ധാനത്തിലും പത്രോസിനേക്കാളും മുമ്പ് യോഹന്നാൻ ഓടിക്കയറാനുണ്ടായിരുന്ന ഒരു കാരണം അതാണ്. തിരുവുദ്ധാനത്തിൽ പത്രോസ് പുറകിലായിപ്പോയി, യോഹന്നാൻ ഓടിക്കയറിയെന്നാണ് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ആത്മീയ ശക്തിപ്പെടുത്താൻ നന്ദി പറയുന്ന കർത്താവേ, കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി. മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യോഹന്നാൻ. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി ആദ്യം കല്ലറവാതിക്കലെത്തി. യോഹന്നാൻ 20:3. യോഹന്നാൻ്റെ സുവിശേഷം 20:3. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? അവിടെ പത്രോസ് പിന്നിലായിപ്പോയി, പ്രഥമ സാക്ഷിയല്ല. തിരുവുത്ഥാനത്തിൻ്റെ കല്ലറ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം യേശുവല്ല, കല്ലറ തന്നെയാണ്. തിരുവുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷ്യം എന്ന് പറയണ, പ്രഥമ തെളിവെന്ന് പറയണത് യേശു അല്ല, ശൂന്യമായ കല്ലറയാണ്. ശൂന്യമായ കല്ലറയാണ് തിരുവുത്ഥാനത്തിൻ്റെ പ്രഥമ തെളിവെന്ന് പറയണത്. ഈ തെളിവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാ? യോഹന്നാനാ. പിന്നാലെ വന്ന പത്രോസ് പിന്നീടാണ് അകത്ത് പ്രവേശിക്കുന്നത്. കാര്യം, മാലാഖ പറയുന്ന, മേരി മഗ്ദലേന പറയുന്ന വാക്ക്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? യേശുവിനെ. എങ്കിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെന്നേറ്റു, അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് നീ കാണാൻ. നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് യേശുവിനെ അല്ല, കല്ലറയാണ്. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, യേശുവിനെ. അവൻ ഇവിടെ ഇല്ല, അരുളി ചെയ്ത പോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് കാണുക. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കണത് എന്താ? യേശുവിനെ എടുക്കപ്പെട്ട ശൂന്യമായ കല്ലറയാണ്. അതാണ് തെളിവ്. ആദ്യത്തെ ശൂന്യമായ കല്ലറ. അവിടെ യോഹന്നാൻ നോക്കുമ്പോൾ കർത്താവിനെ പൊതിഞ്ഞിരുന്ന വക്കുശീല കിടക്കുന്നുണ്ട്. യോഹന്നാന് ഭാഗികമായ തെളിവ് കിട്ടി. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറിയപ്പോൾ അവൻ വേറെ ഒരു തെളിവ് കണ്ട്. എന്താണ്? യേശുവിൻ്റെ ശിരസ് മൂടിയിരുന്ന തൂവാല, അത് കക്ഷയോടുകൂടി അല്ലാതെ വേറെ ഒരു മൂലയ്ക്ക് ചുരുട്ടി വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് രണ്ടാമത്തെ തെളിവ്. എന്താണ്? തലപ്പാവ്, തലമുടി കെട്ടിയിരിക്കുന്ന
അതൊരു കൊക്കൂൺ പോലെയാണ് വർക്കൗട്ട് ചെയ്യണത്. കൊക്കൂണെന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ അരളി ഇലയുടെ ഉള്ളിലൊക്കെ പക്കി മുട്ടയിട്ട് വെച്ചേക്കല്ലേ, വെള്ളിമുട്ട, സ്വർണ്ണ മുട്ട അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ചിത്രശലഭം പുഴുവായിരുന്നു ചിത്രശലഭം. ആ ചിത്രശലഭമായിട്ടത് പറന്നു പോകും. പക്ഷെ അതിൻ്റെ തൊണ്ട് മാത്രം അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കർത്താവിൻ്റെ ബോഡി ഇതിൽ നിന്ന് ഇപ്പോൾ തിരുവുദ്ധാനം ചെയ്ത് പ്രകാശമാനമായി റിലീസ്ഡായിട്ട് പോകും. അപ്പോഴവിടെ അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് പറയുന്നത്. ആ ചുരുൾ അഴിഞ്ഞിട്ടില്ല, ഊർന്നു പോയതാ. ചുരുൾ അഴിയാതെ തന്നെ അതുപോലെ ഇരിക്കുക. അവിടുന്ന് ബോഡി പ്രകാശമായി മാറിയപ്പോൾ അത് ഊർന്നു പോയി. അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് യോഹന്നാൻ വളരെ കൃത്യമായി പറയണത്. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ് 20:2 ചുരുട്ടി വെച്ചിരിക്കുന്നതെന്ന്. ഇത് യോഹന്നാൻ ഇതിനെക്കുറിച്ച് പിന്നീട് പറയും. ഇത് കണ്ടവനാണ് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നത്, അവൻ്റെ സാക്ഷ്യം സത്യമാണ്. യേശു പറഞ്ഞത് ചെയ്തതും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആണ്. അതെല്ലാം എഴുതി വെച്ചാൽ ലോകത്തിലുള്ള മഷി തികയത്തില്ല, പുസ്തകവും തികയത്തില്ല. അത്രയും വലിയ അവസാന കാലങ്ങളായപ്പോൾ അനുഭവങ്ങളുടെ ഒരു വെള്ളച്ചാട്ടമാണ് ഉണ്ടായത്. യേശു അനുഭവങ്ങളുടെ, യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, നിങ്ങൾക്ക് യേശു കുഞ്ഞുങ്ങളെ തന്നു, അല്ലെങ്കിൽ പെര വെച്ച് തന്നു, അല്ലെങ്കിൽ ജോലി തന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ അറിയാൻ പാടുള്ളൂ. പക്ഷേ ഇതല്ല യേശു. ഇത് സാധാരണമായ ഒരു സന്ധിക്കുന്ന യേശുവാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ യേശുവിനെ അന്വേഷിക്കണം. അപ്പം തിന്ന് സംതൃപ്തരായ ജനം വീണ്ടും കർത്താവിനെ അന്വേഷിച്ചു. അവരുടെ കൂട്ടത്തിൽ പിന്നെ അപ്പം കിട്ടുക ആലോചന ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മേലെ എന്താണ് ഈശോ എന്ന് കാണാൻ അന്വേഷിച്ചു. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അടിസ്ഥാന ജീവിതം ആവശ്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യന്റെ മനസ്സ് അന്വേഷിക്കുന്ന ആത്യന്തികമായ അർത്ഥമായി യേശുവിനെ അനുഭവിക്കുവാൻ അഭിഷേകം ദൈവമേ, അവിടുത്തെ സാന്നിധ്യ ദൈവം നന്ദി പറയുന്ന കർത്താവേ, അങ്ങേ അന്വേഷിക്കുന്ന ജനതയായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ കുരിശിൻ്റെ ചുവട്ടിലും, അതായത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കൽ ഇല്ല. ആരാണത്? കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാൾ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കൽ ഇല്ല. ആരാണത്? അമ്മ. അമ്മ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കലേക്ക് പോയില്ല. വൈ? എന്തുകൊണ്ടാണ് അമ്മ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കലേക്ക് പോകാതിരുന്നത്? കാരണം അമ്മ തിരുവുദ്ധാനത്തിൻ്റെ ഈ തത്സമയ സാക്ഷിയല്ല. അതിനേക്കാൾ ഉപരി അമ്മ ഒരു മുൻസാക്ഷിയാണ്. തിരുവുദ്ധാനത്തിൻ്റെ പിൻസാക്ഷികളുണ്ട്, മുൻസാക്ഷിയുമുണ്ട്. പിൻസാക്ഷികൾ തിരുവുദ്ധാനം കഴിഞ്ഞ് സംഭവിക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ആൾക്കാരാണ് യോഹന്നാൻ, പത്രോസ്, മേരി മാഗ്ഡലേൻ, അതുപോലെ തന്നെ സലോമി. അവരെല്ലാം തിരുവുദ്ധാനം കഴിഞ്ഞ് വരുന്ന പിൻസാക്ഷികളാണ്. അമ്മ ആരാണ്? തിരുവുദ്ധാനത്തിൻ്റെ മുൻസാക്ഷിയാണ്. കാര്യം മംഗളവാർത്തയിലെ അമ്മയുടെ ഈശോയുടെ തിരുവുദ്ധാനം പറഞ്ഞാണ് അമ്മയോട് ഈശോയിനെ ഗർഭം ധരിക്കാൻ പറയണത്. അതിനാണ് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണത്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:33. എന്താ പറയണത്? നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും,
എങ്ങനെ വലിയവനായിരിക്കും? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും. പിന്നെ ഒരു കാര്യം പറയും തിരുവുത്ഥാനത്തെക്കുറിച്ച്. എന്താ പറയണത്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതാണ് സംഭവം. അതാണ് തിരുവുത്ഥാനത്തിൻ്റെ മെസ്സേജ്. അതാണ് വിശുദ്ധ ലൂക്ക 1:33. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവസാനമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ, ഐഹികമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ നിത്യ സാന്നിധ്യമായി അവൻ നിലനിൽക്കും. ഏത് മരണമുണ്ടായാലും അവൻ ഉത്ഥാനം ചെയ്തിരിക്കും. അതാദ്യം പറഞ്ഞത് ആരോടാണ്? അമ്മയോടാണ്. ഇത് കേൾക്കുമ്പോഴാണ് അമ്മ പറയണത് ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ അമ്മ ആരുടെ ദാസിയാണ്? തിരുവുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ് അമ്മ പറയണത്. തിരുവുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. ഒരു പക്ഷേ മുൻ സാക്ഷി. തിരുവുത്ഥാനത്തിൻ്റെ മുൻ സാക്ഷിയായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അമ്മയാണ്. സഭ ഇനിയും അമ്മയെക്കുറിച്ച് എന്തുമാത്രം സഭയ്ക്ക് കിട്ടാനുണ്ട്. സഭ നൂറ്റാണ്ടുകളായിട്ടുള്ള ചില വേവലാതികളും വിവാദങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലാതെ അമ്മ ആരാണെന്നുള്ള പഠനങ്ങൾ ഇനിയും ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി, അല്ലാതെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയുടെ ഗിമിക്ക് കൊണ്ടല്ല, എളിമയോടെ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് വിനയത്തോടെ ചോദിച്ച് മേടിക്കേണ്ട രഹസ്യമാണ് തിരുവുത്ഥാനവും അതുപോലെ പരിശുദ്ധ അമ്മയും, അമ്മയുടെ സാന്നിധ്യവും ദൗത്യവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ദൈവം കൂടെ വരുന്ന സംവിധാനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ തിരു സാന്നിധ്യം ഇപ്പോൾ അഭിഷേകമാകണമേ. ദിവ്യകാരുണ്യ സ്പർശനം നൽകണമേ. ഉടമ്പടി നിയോഗങ്ങൾ ആശീർവദിക്കണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമാക്കി അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമാക്കി. അതായത് പുനരുത്ഥാനത്തിൻ്റെ വിശ്വാസം, ഇത് നമ്മൾ ആഗീരണം ചെയ്യാനുള്ള സമയമാണ്, അതിനെടുക്കുന്ന സമയമാണ്. ക്രിസ്തു സാക്ഷ്യത്തിനെടുക്കുന്ന സമയം, അഥവാ പുനരുത്ഥാനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ അറിയാൻ, അനുഭവിക്കാൻ നമ്മൾ എടുക്കുന്ന സമയം. ആ സമയം തന്നെയാണ് നിത്യജീവൻ്റെ അനുഭവിക്കാൻ, നിത്യസന്തോഷം അനുഭവിക്കാൻ എടുക്കുന്ന സമയവും. കാര്യം പുനരുത്ഥാനവും നിത്യജീവനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഈ ബോഡിയില്ലേ, ഇത് കണ്ണിമേക്കുന്ന നേരം കൊണ്ട് അത് തേജോമയമായ ശരീരമായിട്ട് മാറും. അത് മണ്ണിൽ കുഴിച്ചിട്ടാലും മാറും, കത്തിച്ചാലും മാറും. കർത്താവ് വിളിക്കുമ്പോഴേ ഈ ചാരത്തിൽ നിന്നാണെങ്കിലും മണ്ണിൽ നിന്നാണെങ്കിലും യേശുവിനെ വിശ്വസിക്കുന്നവൻ തേജോമയ ശരീരമായിട്ട് മാറും. ഇത് ക്രൈസ്തവരും അക്രൈസ്തവരും ഈ സത്യം മനസ്സിലാക്കണം. നിങ്ങളെ കത്തിച്ചെന്ന് പറഞ്ഞാലും സഭാവിശ്വാസിയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ യേശുവിനെയാണ് നിത്യരക്ഷയുടെ അടിസ്ഥാനമായിട്ട് കണ്ട് ആരാധിക്കുന്നതെങ്കിൽ യു വിൽ ബി റിസൺ, യുവർ ബോഡി വിൽ ബി റിസൺ. നിൻ്റെ ശരീരവും തേജവുമായ ശരീരമായി മാറിയിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ നിത്യതയോളം വാഴും.
ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മക്കൾക്കെല്ലാം കർത്താവേ വലിയ രക്ഷാകവചം തീർക്കണമേ, നിത്യരക്ഷയുടെ കവചം തീർക്കണമേ, ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ, ഉടമ്പടി നിയോഗങ്ങളെ സ്പർശിക്കണമേ. ആരാധന, ആരാധന, കൈകൾ വീശിക്കൊണ്ട് ഈശോയെ ആരാധിക്കുക. ഈശോയെ ഞങ്ങളെ ആരാധിക്കുക. ഈശോയെ ഞങ്ങളെ ഈശോയെ ആരാധന. മറ്റാരിലും രക്ഷയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. മരിച്ചവരെന്നുള്ള പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യവാന്മാരാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഉദ്ധാനത്തിന്റെ പ്രബോധനത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, ആരാധന. കരങ്ങൾ ഉയർത്തി. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. പ്രിയമുള്ളവരെ, വളരെ ഗുരുതരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസങ്ങളാണിത്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ ദിനങ്ങൾ. നമ്മൾ പലപ്പോഴും നിരാശയും സങ്കടവും വിഷമവും വേദനയും ഒക്കെ പറയുന്നത് ചിട്ടി വീണില്ല, ആട് പ്രസവിച്ചില്ല, ബാങ്കുകാരൻ ലോൺ തന്നില്ല, ഇങ്ങനെ വാടകക്കാരൻ ഒഴിയാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ സങ്കടപ്പെട്ട് ജീവിതകാലം മുഴുവനും ഓരോരോ വിഷയങ്ങളും അത് നടക്കാത്തതിൻ്റെ വേദനയും ഒക്കെയായിട്ട് നമ്മൾ അവസാനം മരിച്ചു പോകും. ആദ്യം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പം വായിച്ചു കേട്ട വചനം ഏതാണ്? പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്ത്യൻസ് 15:19 പറഞ്ഞ വചനമാണ്. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അപ്പം നമ്മൾ ഈ ജീവിതം എന്താ ഉള്ളത്? വിവാഹം, അതുപോലെ തന്നെ വിവാഹത്തിനുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വീട് വെക്കുക, ജോലി വാങ്ങിക്കുക, ഇങ്ങനെ കുറേ ജീവിത ആവശ്യങ്ങളുണ്ട്. ഇനി മനുഷ്യന് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതെ മരിച്ചുപോയ മറ്റു മനുഷ്യരെ പോലെ നിങ്ങളും ഹതഭാഗ്യരായി പോകും. അതാണ് അതിൻ്റെ സത്യം. അപ്പോഴേ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തും
ഈ ജീവിതത്തിനും. അപ്പോൾ ഈ ജീവിതത്തെ ബൈബിൾ നിഷേധിക്കണില്ല. ബൈബിൾ എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ യേശുക്രിസ്തുവിനെ, അതായത് മക്കളില്ലെങ്കിൽ മക്കളെ ലഭിക്കാനും, വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ വിവാഹം ഒത്തുവരാനും, വീടില്ലെങ്കിൽ വീട് വാങ്ങിക്കാനും മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്നെങ്കിൽ മറ്റു മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പോൾ യേശുവിനെ അന്വേഷിക്കുന്ന മക്കൾ ഈ ജീവിത ആവശ്യങ്ങളുടെ അപ്പുറത്ത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ചില ആവശ്യങ്ങളുണ്ട്. എന്താണ്? നിത്യമായി ജീവിക്കുക എന്നുള്ള ആഗ്രഹങ്ങൾ. നിത്യമായി ജീവിക്കുക. നിത്യമായി ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നാൽ അതിന് ഒരു സംവിധാനവും ഈ ലോകത്തില്ല. നിത്യമായി ജീവിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നാൽ അതിന് ഒരു സംവിധാനവും ഇല്ല. അങ്ങനെ ഒരു ദാഹം ഉണ്ടായിപ്പോയാൽ, എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല, സാധാരണ ജീവിത ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അഭിവാഞ്ചം ഉണ്ടാകണമെങ്കിൽ ആത്മീയ മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ, ജഡമനുഷ്യനെ ഉണ്ടാകത്തില്ല. ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നതാണ് ദൈവ പൈതൽ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ദൈവത്തിൻ്റെ പ്രേരണയാൽ നയിക്കപ്പെടുന്നവർ. ഇപ്പോൾ റോമാലേഖനം പറയുന്ന പോലെ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അതാണ് 8:14 നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിൽ. അവർക്ക് ഇത്രയേ ഉള്ളൂ ജീവിതം. കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ പഠിച്ചും തീരും, നമ്മൾ ജോലി കിട്ടി പെൻഷനുമാകും, നമുക്ക് പേരക്കിടാങ്ങളുമാകും, അത്രേ ഉള്ളൂ ജീവിതവും. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ OIT-യുടെ IELTS-ൻ്റെയൊക്കെ പരീക്ഷ ഒരു 4-5 എഴുതിയിട്ടുള്ള ആൾക്കാർ ഓർക്കും, ദൈവമേ എന്തൊരു കുരിശാണ്, എത്ര ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞാലും നാട്ടിൽ ജീവിക്കാൻ പറ്റണില്ല. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും അപ്പൻ്റെ അമ്മയുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പല ആൾക്കാരും അപ്പനെയും അമ്മനെ അടക്കാൻ വേണ്ടിയാണ് തിരിച്ചു വരണത്. ലീവിന് വന്നേച്ചും നമ്മൾ തിരിച്ച് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ തിരിച്ചു പോകുമ്പോൾ 67 വയസ്സുള്ള അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചില ഭാഷ നമ്മോട് സംസാരിക്കും. വേണേ ഒന്നുകൂടി നോക്കിക്കോ, ഇനി അടക്കാനായിരിക്കും വരേണ്ടി വരണത്. അപ്പോൾ നമ്മൾ വിമാനത്തിരിക്കുമ്പോൾ നമുക്കൊരു ചിന്ത, എന്നെ ഇവിടം വരെ ഉറക്കം നിന്ന് വലുതാക്കിയ ആളെ അവിടെ അവസാന കാലങ്ങളിൽ ഞാനില്ലല്ലോ എന്നോർക്കുമ്പോൾ, എന്നിട്ട് അയൽവാസികൾ വിളിച്ചു ചോദിക്കും അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന്. കാര്യം അമ്മ ഫോൺ എടുക്കത്തില്ല, എടുക്കാൻ അത്രയും വശമില്ല ചിലപ്പോൾ, അല്ല സംസാരിക്കാൻ പറ്റാതെ. അമ്മയുടെ ആവശ്യങ്ങളും അവസ്ഥകളും അയൽവാസിയോട് അകലെന്ന് വിളിച്ച് ചോദിക്കുന്ന മകൻ ഇത്രയും അവരെ പഠിപ്പിച്ചത് എന്തിനാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരും. ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന്. എന്താ? കണ്ണുമേ അടച്ച് തുറക്കുമ്പോൾ ജീവിതം തീർന്നിട്ടാണേ ഇല്ല, ഇത്രയേ ഉള്ളൂ. നമ്മളെ കഷ്ടപ്പാട് നോക്കുമ്പോൾ ഭയങ്കരമാണ്. ഈ ജീവിതം ഒന്ന് നിലനിർത്തിയെടുക്കാൻ വേണ്ടിയുള്ള എന്തൊരു കഷ്ടപ്പാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ കപ്പേര് വീട്ടിലോട്ട് പോയി. ഞാൻ ചോദിച്ച് എന്നാ കപ്പേര് വെച്ചാൽ ഉച്ചക്ക് പോകണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ വേലക്കാർ നിൽക്കുന്നുണ്ട്. എന്ത് വേലക്കാരല്ല, ജോലിക്കാർ, ഏതാണ്ട് കൽപ്പണിയാൻ പറ്റുകയാണ്. അപ്പോൾ അവർക്ക് ചില സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ചെന്ന് അത് വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അവന്മാർ പോയി വാങ്ങിക്കും. അവന്മാർ വഴി ഇന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ 50 രൂപ പോകും. അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 50 രൂപ കളയണ്ട, മാം പോയിക്കൊള്ളാൻ പറഞ്ഞു.
എന്താ കാര്യം? അപ്പം ഇങ്ങനെ 50 രൂപ 20 രൂപ 30 രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മളെന്ത് വട്ടോട്ടം ഓടിയിട്ടാണ് ഈ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിച്ചെടുക്കണത്. ഇതെല്ലാം കരിപ്പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നേടിയെടുത്ത മക്കളും നമ്മൾ നേടിയെടുത്ത വസ്തുവോ വീടോ എന്തോ അതും നമ്മൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് തോന്നുന്നൊരു സമയം. ഈ പ്രാവശ്യത്തെ നോൻപ് എനിക്കൊരു നോൻപായിട്ട് തോന്നിയില്ല. എപ്പോഴും എനിക്ക് നോൻപായിട്ട് തോന്നുന്നതാണ്. എനിക്ക് അല്ലറ ചില്ലറ കുറച്ച് രോഗങ്ങൾ കർത്താവ് തന്നിരിക്കുന്ന കാരണം കുറേ ഭക്ഷണങ്ങൾക്ക് നല്ല പഥ്യമുണ്ട്. അങ്ങനെ അനുദിനം ഞാൻ പഥ്യമായിട്ട് ഇവിടം വരെ എത്തിയിരിക്കുക. ഞാൻ ഇന്ന് വരെ ഈ എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടില്ല ഇത് നീ തിരിച്ചെടുക്കണമെന്ന്. ഞാൻ പറയത്തില്ല. കാര്യം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ എനിക്കൊരു പങ്കാളിത്തം തരണത് എന്താ? കർത്താവിൻ്റെ പീഡാസഹനങ്ങളുള്ള പങ്കാളിത്തമാണ്. അത് കർത്താവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള പങ്കാളിത്തമാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളൊരു പങ്കാളിത്തം തരുമ്പോൾ അത് കർത്താവിൻ്റെ വ്യക്തി ജീവിതത്തോടുള്ള എൻ്റെ പങ്കാളിത്തമാണ്. കർത്താവിൻ്റെ വ്യക്തി ജീവിതത്തോട് എന്നെ എൻ്റെ ക്ലേശങ്ങൾ കൊണ്ട് കർത്താവ് എൻ്റെ കരം ഗ്രഹിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കരം കുതറി മാറ്റണത്? ഐ വിൽ നോട്ട് ആസ്ക്. ഞാൻ സൗഖ്യത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് കൽപ്പിച്ച ആഹാരങ്ങളെല്ലാം ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആഹാരങ്ങളെല്ലാം ഞാൻ കഴിച്ചിട്ടുമില്ല. അതും എന്നെ ജീവിതം മുഴുവൻ നോൻപാണ്. പിന്നെ നോൻപ് കാലത്ത് പ്രത്യേകിച്ച് നോൻപില്ല. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് യൂസ്ലെസ് ആയിപ്പോയി. പഴങ്ങളതാണെങ്കിൽ ഭൂമിയിലുള്ള 3 പഴമേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. മീനാണെങ്കിൽ 2 മീൻ കഴിക്കാൻ പറ്റും, 2 തരം മീൻ കഴിക്കാൻ പറ്റും. അതും ചുരുക്കമാണ്, നിർബന്ധമില്ല. വേറെ ഇറച്ചി മുട്ട ഒരു സാധനം കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഞാൻ എന്താ ഇത് പറയാൻ കാര്യം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ യേശു ക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ച. എനിക്ക് ജീസസിനെ കൊണ്ട് ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നല്ല ആഹാരം കഴിക്കാനായിട്ട് എത്രയോ 2-3 കൊല്ലമായി. ആഹാരം കഴിച്ചിട്ടെന്ന് വേണേൽ പറയാം. എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം. ഇത്തിരി കഞ്ഞി കഴിക്കും, അതൊരു ഉച്ചക്ക് കഴിക്കും, പിന്നെ വല്ല ദോശ ഇഡ്ഡലിയെ കഴിക്കും. ഈ 2 അല്ലാതെ വേറെ ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. ഇതന്നെ മാറിയും മറിച്ചും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് നോ കംപ്ലൈൻറ്റ്. ആരോടും ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ചില സമയത്ത് ഒന്നുമില്ലാതെ വരും. പക്ഷേ അപ്പോഴേ ഇതുപോലുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് നമ്മളത് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. കർത്താവ് പത്രോസിൻ്റെ കാലെ പിടിച്ച് കഴുകിയപ്പോഴേ പത്രോസ് കാല് വലിച്ചു കളഞ്ഞു. അപ്പോൾ മനുഷ്യന് കാല് വലിക്കണ ഒരു സ്വഭാവം പണ്ട് മുതലേ ഉള്ളതാണ്. എന്നെ കഴുകണ്ടെന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും, നിനക്ക് എൻ്റെ കൂടെ പങ്കാളിത്തം വേണോ എങ്കിൽ ഞാൻ നിന്നെ കഴുകണമെന്ന് പറയും. അപ്പോൾ കർത്താവ് നമ്മളെ കഴുകണത് എപ്പോഴും ഒരുതരം പീഡാസഹനങ്ങളിലൂടെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ അംഗീകരിക്കാത്തൊരു മരുമകളോ അമ്മായിയമ്മയോ അയൽവാസിയോ ഓഫീസിലുള്ള വ്യക്തിയോ നമുക്ക് പാരയും സൂചിയും തരുന്ന ആരെങ്കിലും ഉണ്ടായാൽ കഴുകൽ നടക്കും കൃത്യമായിട്ട്. പക്ഷേ നടക്കേണ്ടത് എന്താണ്? ഇത് യേശുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ ചേർത്ത് വെക്കാനുള്ള കഴിവ്. യേശുവിൻ്റെ പീഡാനുഭവത്തോട് നിൻ്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെക്കാൻ നിനക്ക് എടുക്കണ സമയം ഭയങ്കര സീരിയസാണ്. വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ, ദ ടൈം യു കൺസീവ് ടു റിസീവ് ദ മെസ്സേജ് ത്രൂ യുവർ സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ് യേശുവിൻ്റെ പീഡാനുഭവത്തിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ, ഒരു ക്ലേശം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നീ ജീവിതത്തെ അനുഭവിക്കുന്ന സഫറിങ്, സങ്കടങ്ങൾ, അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കാൻ നിനക്ക് എത്ര കാലം ആവശ്യമാണ്? 1 കൊല്ലമോ അല്ല 10 കൊല്ലമോ അല്ലെങ്കിൽ 1 കൊല്ലമോ അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 1 ആഴ്ചയോ? ദൈവ പൈതലേ,
അതായത് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് പാഷൻസ്, ഏത് സഫറിങ് ആയാലും അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ വാട്ട് ടൈം യു നീഡഡ്, എന്ത് സമയം നിനക്ക് ആവശ്യമാണ്? 10 കൊല്ലമാണോ നിനക്ക് ആവശ്യമുള്ളത്? നിൻ്റെ ഭർത്താവിൻ്റെ സംശയം, നിന്നോടുള്ള സംശയം, നിൻ്റെ ഭാര്യയുടെ തോന്നിയവാസത്തിലുള്ള നിനക്കുള്ള സങ്കടങ്ങൾ, അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കാൻ വാട്ട് ടൈം യു നീഡ്, എന്ത് സമയം നിനക്ക് വേണം? നിനക്ക് 10 കൊല്ലം വേണോ? എന്നാൽ നീ പുനരുത്ഥാനത്തിൽ നിന്ന് 10 കൊല്ലം അകലെയാണ്. നിനക്ക് 1 കൊല്ലം മതിയോ? എങ്കിൽ നീ പുനരുത്ഥാനത്തിൽ നിന്ന് 1 കൊല്ലം മാത്രം അകലെയാണ്. നിനക്ക് 1 മാസമോ ഒരാഴ്ചയോ 1 ദിവസമോ വേണോ? എങ്കിൽ മാത്രം മതിയോ? എങ്കിൽ പുനരുത്ഥാനത്തിൽ നിന്ന് അടുപ്പമാണ്. ദൈവരാജ്യം, യേശു ക്രിസ്തു പറയും, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെ അല്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറയണത് യേശു ക്രിസ്തു ആണെങ്കിൽ യേശു ക്രിസ്തുവിനോടുള്ള അടുപ്പവും അകലവും അളക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നു ദൈവവചനത്തിൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവജനെ ഇതിൻ്റെ എല്ലാത്തിനെയും അകലേക്ക്, അതായത് കർത്താവിൻ്റെ നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പീഡാസഹനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് കൂടി കൂട്ടിവെക്കാൻ, ചേർത്ത് വെക്കാൻ, സമർപ്പിക്കാൻ നീ എടുക്കുന്ന സമയമാണ് യേശുവിനെ അറിയാനുള്ള സമയം. ആ സമയം തന്നെയാണ് നിൻ്റെ പുനരുത്ഥാന ആസ്വാദനത്തിന് നിൻ്റെ ആത്മാവെടുക്കുന്ന സമയം. അതുകൊണ്ടാണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇതൊരറിവാണ്. Whatever happened to us, it must be known, it must be seen through the eyes of Jesus. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും അത് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നീ എടുക്കുന്ന സമയം തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവ സമയം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17:3 ഏറ്റു പറഞ്ഞ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അതായത് എല്ലാ വിഷയങ്ങളിലും ഇപ്പം പലതരത്തിലുള്ള രോഗികൾ, ഇപ്പം ക്യാൻസർ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ ഈ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളില്ലേ, അതുപോലെയുള്ള രോഗികളെ ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയെ കൈവെക്കുമ്പോൾ കർത്താവ് ചിലരോട് പറയും ഇത് സുഖപ്പെടും, പക്ഷേ ഇത് സുഖപ്പെടുത്തില്ല. ഇത് നീ അവൻ്റെ അമ്മയോട് പറയണം, അവൻ്റെ അപ്പനോട് പറയണം. അപ്പനും അമ്മയുമാണ് മക്കളുടെ കാര്യത്തിൽ. മക്കളുണ്ടാക്കുന്ന അധ്വാനം ഇല്ലേ മക്കളെ, മക്കളുണ്ടാക്കുന്ന അവർ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മാതാപിതാക്കന്മാർക്ക് വേണ്ടി അല്ലേ, അടിസ്ഥാനപരമായിട്ട്. പിന്നെയാണ് സഹോദരങ്ങളെ വരണത്. നമ്മൾ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വരണത്. ഇതുപോലെ നമ്മുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും അല്ലേ? നമ്മുടെ മക്കളുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും. കല്യാണം കഴിക്കണവരെ, കല്യാണം കഴിക്കുമ്പോൾ പ്രഥമ പങ്കാളി വൈഫായിട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളി ഭർത്താവായിട്ട് വരും. ഈ ബന്ധങ്ങളിലെല്ലാം ഭൗതിക വരുമാനത്തിൻ്റെ അതേ അവകാശികൾ തന്നെയാണ് അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെ അവകാശികളും. ഈ ഗോട്ട് ദ പോയിന്റ് പറഞ്ഞു മനസ്സിലായ? അതായത് ഒരു ഭൗതിക വരുമാനത്തിൻ്റെ പ്രഥമ അവകാശികൾ ദ്വിതീയ അവകാശികൾ തന്നെയായിരിക്കും അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെയും അവകാശികൾ. നീ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കുമ്പോൾ, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി സഹിക്കുമ്പോൾ നിങ്ങൾക്കുള്ള കൃപയുടെ അലോട്ട്മെൻറ്റ് ആർക്ക് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ദൈവിക ആഗ്രഹപ്രകാരം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ പ്രതി അത് ഏറ്റെടുക്കുന്നുവോ അവർക്ക് ആ കൃപയുടെ പങ്കാളികൾ അവരായിരിക്കും.
അപ്പോൾ എന്നോട് ഓട്ടിസം ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചില ഓട്ടിസം മാറാൻ പാടാണെന്ന് തന്നെ ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശുദ്ധീകരണ നടപടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഈശോയോട് പറയും, ഈശോ ഞാൻ ഈ കുഞ്ഞിൻ്റെ ഓട്ടിസമുള്ള കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഈ കുരിശ്, ഇത് കുരിശാണല്ലോ, ഈ കുരിശിൽ നിന്നുണ്ടാകുന്ന പൂക്കൾ, ഉയർപ്പിൻ്റെ പൂക്കൾ, ഉത്ഥാനത്തിൻ്റെ പൂക്കൾ, ഉയർപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഇത് മുഴുവനായിട്ട് അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ കഞ്ഞിയും കപ്പയും മീനും ഇറച്ചിയും മുതലായ രോഗസൗഖ്യം മുതലായ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, അതൊരു 10%. നിത്യതയോളം നിലനിൽക്കുന്ന കൃപയാൽ നീ നിറയപ്പെടാൻ വേണ്ടി ചില സമയത്ത് നിനക്ക് കർത്താവ് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നാൽ അത് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിത്യതയിൽ നിൻ്റെ ഓഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റെടുക്കാനുള്ള കൃപ കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ആരാധന. കരങ്ങൾ വീശി എല്ലാ രോഗികളെയും സ്പർശിക്കണമേ. യേശുവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി പുനരുത്ഥാനത്ത് അതായത് ഒരു പാഷൻ, ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനെടുക്കുന്ന സമയം തന്നെയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനെടുക്കുന്ന സമയം ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇനി ഇതിൻ്റെ വേറെ രസം, ഈ സംഭവം, ഈ സമയം എങ്ങനെ ചുരുക്കാം? അവർ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ് പറയണത്? ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള സമയം എങ്ങനെ ചുരുക്കാം എങ്കിൽ പുനരുത്ഥാനത്തിനുള്ള നിൻ്റെ പുനരുത്ഥാനത്തെ അനുഭവത്തിൻ്റെ സമയവും ചുരുക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായാൽ, നിൻ്റെ ജീവിതത്തിൽ വരുന്നൊരു വേദന, അയൽവാസിയുടെ പാരവെപ്പോ സൂചിവെപ്പോ കള്ളക്കേസ് കൊടുക്കുകയോ നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരൻ നിന്നെ ചെയ്യാത്ത കുറ്റത്തിന് അടിക്കുകയോ എന്നാ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ, എന്നെ ഒരു കാരണമില്ലാതെയാണ് ഇപ്പോൾ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇപ്പം കർത്താവിനെ പോലെ ആയല്ല, രക്ഷപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇപ്പം കർത്താവിനെ പോലെ ആയല്ല, രക്ഷപ്പെട്ടില്ലെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, കർത്താവല്ലേ ഒരു കാരണമില്ലാതെ പീഡനം മേടിച്ചത്. അതാണ് സാധനം. പക്ഷെ അത് പെട്ടെന്ന് തോന്നുക നമുക്ക്. അതിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രസംഗന. ജഡാത്മാവാണെങ്കിൽ ഒരിക്കലും തോന്നത്തില്ല. ഇപ്പം കർത്താവിനെ പോലെ ആയല്ലോ എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ എന്താ കാര്യം? സംശയം കൊണ്ട് ഇടിമേടിച്ചതാണ് ഈ പരിപാടി. ഒരു കാരണമില്ല അതിനകത്തേക്ക്, സംശയ രോഗമാണ്, അവൻ ഇടിമേടിച്ചാണ്. അപ്പോൾ ഒരു കാരണമില്ല അതിന് ഇടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം കർത്താവിനെ പോലെ ആയല്ല. അപ്പോൾ അവർക്ക് വിറഞ്ഞ് എൻ്റെ അടുത്ത്, എന്താണ് വെച്ചാൽ ഇങ്ങനെ പറയണത്, കർത്താവിന് സംശയ രോഗമാണെന്ന്. അതാണ് അവർ ചോദിക്കണത്. ഞാൻ പറഞ്ഞ, അല്ല, കർത്താവാണ് കാരണം കൂടാതെ ഒരു കാരണമില്ലാതെ അടി വാങ്ങിച്ചത്. അവർ കാരണം കൂടാതെ എന്നെ പ്രഹരിച്ചു എന്നല്ലേ ബൈബിൾ പറയണത്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ നീ ഒരു പീഡാനുഭവം, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, നിന്നെ കള്ളക്കേസിലാക്കി. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചില്ലേ? ഒരു കാരണമില്ലല്ലോ. അപ്പോൾ നമ്മളോർക്കും അപ്പോൾ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം, നിരാശ, എല്ലാ വികാരങ്ങളും കയറും. കാര്യം നമ്മൾ പ്രതിയല്ലല്ലോ ഇതിൻ്റെ അകത്ത്, എന്നിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ലേ? പക്ഷെ ആ സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിനക്ക് പറയാൻ പറ്റണം, കാരണം കൂടാതെ പീഡ അനുഭവിച്ചത് ഈശോയാണ്. അപ്പം ഞാൻ ഈശോയുടെ കൂടെ ഇത് കൂട്ടിവെക്കുമ്പോൾ ഞാൻ ഈശോനെ പോലെയാകും. ഈശോനെ പോലെ ആയല്ലോ, കറക്റ്റല്ലേ? അത് ഇതിനെടുക്കണ സമയം
അത് നിനക്ക് ഉണ്ടാകുന്ന വൈകാരിക ആഘാതങ്ങളും വേദനകൾക്ക് നീ അത് കർത്താവിനെ പ്രതി എടുക്കുന്ന സമയം ചിലർക്ക് 10 കൊല്ലം എടുക്കും, ചിലർക്ക് ചത്താലും എടുക്കത്തില്ല. ചില വെറുപ്പോടെ മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ എത്ര അടുത്ത് പോയിരുന്നവർ മരിക്കാൻ നേരത്ത് ഒടുക്കത്തെ കൊടുത്ത് കുർബാന കൊടുത്ത് ഉപദേശിച്ചാലും അവരെ വെറുപ്പോടെ തന്നെ മരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 1500 പേരെങ്കിലും ഞാൻ ഒടുക്കത്തെ കൊടുത്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് ഒരു 200 പേരുടെയെങ്കിലും കൂടെ ഞാൻ മരിക്കണ സമയത്ത് കരം പിടിച്ച് കൂടെ ഇരുന്നിട്ടുണ്ട്. അവർ ജീവൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കൈവിടത്തുള്ളായിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അവസാന നിമിഷം വരെ വെറുപ്പ് മാറാതെ കർത്താവിലേക്ക് ജീവൻ വെടിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക അസാധ്യം. അവരെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ഹൃദയം കഠിനമാക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഈ കണ്ണല്ല ഉദ്ദേശിക്കുന്നത്, ആന്തരിക നേത്രമാണ്. ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവെന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ പറഞ്ഞ ആന്തരിക നേത്രമില്ലേ, എല്ലാ കാഴ്ചകളും ദൈവം കാണുന്ന പോലെ കാണാനുള്ള കഴിവിനാണ് ആന്തരിക നേത്രമെന്ന് പറയുന്നത്. എഫേസ്യസ് 1:18. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേപോലെ ജീവിക്കാൻ, അങ്ങേപോലെ ആയിത്തീരാൻ കർത്താവേ, ഇപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്നവര്, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, ഓരോ മക്കളുടെ മേലും കൃപ ചൊരിയണമേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എഫേസ്യസ് 1:18. ഏത് തരത്തിലുള്ള പറഞ്ഞേ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹൃദയത്തിൽ വരുന്ന വേദനകളും വിങ്ങലുകളും, നിന്റെ ഹൃദയത്തിൻ്റെ വേദന, വിങ്ങല് ഇപ്പോഴും അമ്മ ഏറ്റെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിന് സമാധാനം നൽകാൻ പോകുന്ന സമയമാണ്. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ആശീർവാദത്തിൻ്റെ സമയത്തും എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കുക. ആശീർവാദം കഴിഞ്ഞും 2-3 അറിയിപ്പുകളുണ്ടായിരിക്കും. ശ്രുതികയുടെ വിഷയങ്ങൾ ഓർക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നിന്നെ ആശീർവദിക്കുകയാണ്. നിന്റെ എല്ലാ വേദനകളിലും, നിന്റെ എല്ലാ നിയോഗങ്ങളിലും, നിന്റെ ഉടമ്പടി നിയോഗങ്ങൾ കർത്താവ് ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ തീരാവ്യാധികളെയും മാരകമായ രോഗം കഴിയുന്നവരെയും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവര്, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവര്, വെബ്സൈറ്റിൽ തിരിതെളിച്ച് ജീവിത നിയോഗങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളവര്, കർത്താവിന്റെ സമസ്ത നിയോഗങ്ങളുടെ മേല് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവര്, തൊഴിൽ രഹിതര്, ഭവനരഹിതര്, സുരക്ഷിതരില്ലാത്തവര്, കുടുംബത്തിൽ സ്വസ്ഥ നഷ്ടപ്പെട്ടു പോയവര്, കർത്താവെ ഇപ്പോൾ ആശീർവദിച്ച് നന്ദി പറയുന്നു. കർത്താവ് വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, IELTS OET എക്സാം എഴുതുന്നവര്, കർത്താവെ B2 ലെവൽ എക്സാം എഴുതി ഒരുങ്ങുന്നവര്, കർത്താവെ ആശീർവദിക്ക് നന്ദി പറയുന്നു. യേശുവേ അവിടുത്തെ കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉടമ്പടി നിയോഗങ്ങൾ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ സ്തോത്ര കാഴ്ച എടുത്ത് വലത് കരത്തിൽ പിടിക്കണം. സ്തോത്ര കാഴ്ച എടുത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന്, നിങ്ങളുടെ നിയോഗങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ ഓർക്കണം. 2, സ്തോത്രക്കാഴ്ച നമ്മൾ സമർപ്പിക്കുകയാണ്, ഇടുകയല്ല. സുവിശേഷ സുഹൃത്തുക്കൾക്കായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.